നമസ്കാരം, ഞാൻ മീനു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിന് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ സ്ക്രീൻ ഉപയോഗം കുറച്ച് കുട്ടികൾക്ക് മാതൃകയാവുക എന്നതാണ്. 2, സ്ക്രീൻ അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കുട്ടികളെ എൻഗേജ്ഡ് ആക്കുക. സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. എങ്കിലും നമ്മൾ സാധാരണയായി കൊടുക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ്: നിങ്ങളുടെ കുട്ടി ഏത് സ്ക്രീനാണോ ഉപയോഗിക്കുന്നത് അത് കംപ്ലൈന്റ് ആയി അല്ലെങ്കിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞ് കുട്ടിയെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുത്തുക. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: കംപ്ലൈന്റ് ആയി എന്നൊരു റീസൺ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് കുട്ടിയെ കാണിച്ചു കൊടുക്കുക. കുട്ടിയുമായി പുറത്തു പോകാം. പലപ്പോഴും സ്ക്രീനിനേക്കാളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറാറുണ്ട്. 2, ഔട്ട്ഡോർ ഗെയിംസ്. പലതരത്തിലുള്ള ഔട്ട്ഡോർ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഔട്ട്ഡോർ ഗെയിംസിൽ ഏർപ്പെടുന്നത് കുട്ടിയുടെ എനർജി ലെവൽ കുറയ്ക്കുകയും ഇതുവഴി ഹൈപ്പർ ആക്ടിവിറ്റി റെഡ്യൂസ് ആകാനും സഹായിക്കും. 3, ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പലതരത്തിലുള്ള ബുക്കുകൾ ഓൺലൈനായും അല്ലാതെയും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടിയുടെ ഇൻട്രസ്റ്റും പ്രായവും അനുസരിച്ച് ബുക്കുകൾ ചൂസ് ചെയ്യുക. 4, നമ്മുടെ ജോലികളിൽ കുട്ടികളെ ഏർപ്പെടുത്തുക. കുട്ടികളെ സംബന്ധിച്ച് മുതിർന്നവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്ന പ്രവൃത്തികളും ജോലികളും ഇമിറ്റേറ്റ് ചെയ്യുക എന്നത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. അടുത്തതായി ഇൻഡോർ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അതിനായി വിലയേറിയ ടോയ്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഗെയിംസ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്രാഫ്റ്റ് വർക്കുകളിലും ഏർപ്പെടുത്താം. അവരുണ്ടാക്കുന്ന നിർമ്മിതികളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക, അത് ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. നമുക്കും അത് ഉപയോഗിക്കാം. ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന ടിപ്സ് ആണ്. ഇത് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കുട്ടികളിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ മാറ്റങ്ങൾ കണ്ടില്ലെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഒരു SLPയെ സമീപിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.